വീട്ടുവഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകടകരമായ തെങ്ങ് മുറിക്കാൻ 2024 ഡിസംബർ 16-ന് അപേക്ഷ നൽകിയിട്ടും 500 ദിവസമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടപടിയെടുത്തില്ലെന്ന് പരാതിക്കാരൻ ഷാജി ടി.ആർ. 2026 മാർച്ച് 12-ന് പ്രതിഷേധം പ്രഖ്യാപിച്ചപ്പോൾ അതേ ദിവസം രാത്രി തെങ്ങ് മുറിക്കാൻ ഉത്തരവിട്ട് കോർപ്പറേഷൻ പ്രതിഷേധം തണുപ്പിച്ചു. എന്നാൽ ഉത്തരവായി 50 ദിവസം കഴിഞ്ഞിട്ടും തെങ്ങ് മുറിച്ചില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ച് അപകടകരമെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും ഉടമയ്ക്ക് പ്ലാവ് വലിച്ചു കെട്ടാൻ മാത്രം നോട്ടീസ് നൽകി. ഉടമ നിർദ്ദേശം പാലിച്ചില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും നടപടിയില്ല. ഇതൊക്കെ ഒരു സിവിക് സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സിവിക് സെൻസ് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് തെങ്ങ് നിൽക്കുന്ന തെങ്ങാണെങ്കിൽ നമ്മളിപ്പം വേറെ നമ്മുടെ തെങ്ങ് വേറെ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ നമ്മളാണെങ്കിലും ചിലപ്പം സിവിക് സെൻസ് കാരണം വെച്ചിട്ട് നമ്മൾ മുറിച്ചു കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിനില്ല. പക്ഷേ ഇദ്ദേഹത്തിന് സഹായിക്കുന്നത് മുഴുവൻ കോർപ്പറേഷനാണ്. കഴിഞ്ഞ 14 വർഷം മുമ്പ് സഹായിച്ചതും കോർപ്പറേഷനാണ്. അതേ ശക്തികൾ തന്നെയാണ് ഇപ്പോഴും സഹായിക്കുന്നത്. 2012-ലും മേയറുടെ ഓഫീസ് ഇടപെട്ട് ഉത്തരവ് തടഞ്ഞതായി പരാതിക്കാരൻ ആരോപിച്ചു. നീതി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ ഷാജി ടി.ആർ. പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ടുഡേ കേരള. പുരാതന കാലത്തെ പന്തലായനി കൊല്ലം. ഗ്രീസും റോമും അറേബ്യയും ചൈനയും വ്യാപാരത്തിനെത്തിയ മലബാറിലെ വിശ്വപ്രസിദ്ധമായ തുറമുഖ നഗരം. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ ചരിത്രഭൂമി. കേരള ഗാന്ധി കെ കേളപ്പന്റെ ജന്മനാട്. പാരമ്പര്യവും പ്രൗഢിയും ഇഴചേർന്ന നമ്മുടെ സ്വന്തം കൊയിലാണ്ടിയുടെ മണ്ണിലേക്ക് അറബിക്കടലിന്റെ തിരമാലകൾക്കൊപ്പം ആവേശമുയർത്തിക്കൊണ്ട് കൊയിലാണ്ടിക്കാർക്ക് ഇനി ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ സ്മാർട്ട് ബസാർ ഇതാ നമ്മുടെ കൊയിലാണ്ടിയിലും. ഇനി വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഒരേ കുടക്കീഴിൽ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, ആരും കൊതിക്കുന്ന വമ്പൻ വിലക്കുറവിൽ. വരൂ, ചരിത്രമുറങ്ങുന്ന കൊയിലാണ്ടിയിൽ ലാഭത്തിന്റെ പുതിയ ചരിത്രം നമുക്ക് ഒരുമിച്ച് കുറിക്കാം.